ആരാണ് യഥാർത്ഥ ജീവിത പങ്കാളി? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും മാതാപിതാക്കളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ? നമുക്കത് അറിയത്തുള്ളൂ നമ്മുടെ ജീവിത പങ്കാളികളെ. പക്ഷെ നമുക്കൊരു ജീവിത പങ്കാളിയുണ്ട്, നമ്മുടെ കൂടെ കുഞ്ഞുനാൾ തൊട്ട്, നമ്മുടെ ജനനം തൊട്ട് നമ്മുടെ കൂടെയുള്ള ഒരു ജീവിത പങ്കാളിയുണ്ട്. അതാരാന്നറിയാവോ? നമ്മുടെ ശരീരം. ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂടെയുണ്ട്. ആര് നമ്മളെ തിരിഞ്ഞു നോക്കിയില്ലേലും നമ്മുടെ കൂടെയുണ്ട് ഇല്ലേ? നമ്മുടെ ശരീരം. നമ്മൾ എതിലേ പോയാലും നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് നമ്മുടെ ശരീരം അല്ലേ? നമുക്ക് എന്തു വിഷമങ്ങൾ വന്നാലും അനുഭവിക്കുന്നത് നമ്മുടെ ശരീരമാണ് അല്ലേ? നമുക്ക് രോഗങ്ങൾ വന്നാലും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വേദന സഹിക്കുമ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മുറിവുണ്ടായാലും നമ്മുടെ കൂടെയുണ്ട്. ആരെന്തു പറഞ്ഞാലും കേൾക്കാനും നമ്മുടെ കൂടെയുണ്ട് അല്ലേ? അങ്ങനെ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു സന്തത സഹചാരിയാണ് നമ്മുടെ ശരീരം ഇല്ലേ? പക്ഷെ നമ്മൾ ആ ശരീരത്തെ നമ്മൾ വേദനിപ്പിക്കാറില്ലേ? നമ്മൾ തന്നെ ചീത്തയാക്കാറില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ എന്തെല്ലാം ഉപദ്രവങ്ങൾ അതിനെ ഏൽപ്പിക്കും നമ്മുടെ ശരീരത്തിനോട് തന്നെ. നമ്മൾ പിന്നെ ജങ്ക് ഫുഡുകൾ കഴിച്ചും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശരീരത്തിന് വിഷാംശമുള്ള സാധനങ്ങൾ കഴിച്ചും, ഈ ഡ്രഗ്സ് അടിച്ചും, കഞ്ചാവ് അങ്ങനെയുള്ള അടിച്ചും, അല്ലെങ്കിൽ പീഡിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നമ്മൾ പീഡിപ്പിക്കും ഇല്ലേ? എന്നാലും നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ ചിലപ്പോൾ പണി മുടക്കും. എന്നുവെച്ചാൽ മടുത്തു കഴിയുമ്പോൾ നമ്മളോട് പിണങ്ങിയിരിക്കും പോലെ കുറച്ച് അസ്വസ്ഥതയൊക്കെ നമുക്ക് തന്ന് അനങ്ങാണ്ടിരിക്കും. വീണ്ടും നമ്മുടെ കൂടെ തന്നെ പിന്നെയും ചേരുന്നു. ഒരിക്കലും നമ്മളെ ഒഴിവാക്കി പോവുകയില്ല അല്ലേ? അങ്ങനെയുള്ളൊരു ശരീരം നമുക്കില്ലേ? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ ആ ശരീരത്തെ സൂക്ഷിക്കണ്ടേ ഇല്ലേ? നമ്മളെപ്പോഴും അതിനെ പൊന്നുപോലെ സൂക്ഷിച്ചിട്ട് നമ്മുടെ കൂടെ അത് നിൽക്കും. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മൾ ഇടയ്ക്കൊക്കെ ചെക്കപ്പൊക്കെ നടത്തി നമ്മുടെ ശരീരത്തെ ഒന്ന് നോക്കുക. നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നല്ലത് നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. വിഷാംശങ്ങളൊന്നുമില്ലാത്ത പരമാവധി ശ്രമിച്ച് നമുക്ക് കിട്ടുന്നിടത്തോളം നല്ല വൃത്തിയാക്കി നമ്മുടെ ശരീരത്തിന് കൊടുക്കുക ഇല്ലേ? അനാവശ്യമായ ഡ്രഗ്സുകളോ കഞ്ചാവ് അങ്ങനെയുള്ള ഒന്നും അടിച്ച് നമ്മുടെ ശരീരത്തെ ചീത്തയാക്കാതിരിക്കുക അല്ലേ? നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതല്ലേ? നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഉള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഓരോ അവയവത്തിനും എന്തോരം കോടി രൂപ വിലയുള്ള അവയവങ്ങളാണ് നമ്മുടെ. ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഹാർട്ടിനാണെങ്കിലും, നമ്മുടെ കരളിനാണെങ്കിലും, കൈകാലുകൾക്കാണെങ്കിലും, കണ്ണുകൾക്കാണെങ്കിലും ഒക്കെ എന്ത് വിലയുള്ള ഒരു സാധനമാണ് നമ്മൾ ചിന്തിച്ചു നോക്കി. അതിൻ്റെ മൂല്യം നമ്മുടെ സ്വത്തുക്കളെക്കാളും വിലയുണ്ട് നമ്മുടെ ശരീരത്തിന്. നമ്മൾ പക്ഷേ അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. ഇതാണ് നമുക്ക് കുഴപ്പം. നമ്മുടെ കൂടെയുള്ളവർക്ക് നമുക്കൊരു വിലയില്ല. നമുക്ക് മറ്റുള്ളവർക്കുള്ളപ്പോഴാണ് നമുക്കതിന് വില ഇല്ലേ? സാധാരണ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ഒരവയവത്തിന് എന്തെങ്കിലും അസുഖം പറ്റുമെന്ന് ചികിത്സിക്കാൻ പോയി നോക്കിക്കേ, എന്ത് പൈസ ഹോസ്പിറ്റലുകാർ മേടിച്ചെടുക്കുന്നുണ്ട് ഇല്ലേ? ഒരവയവം മാറ്റി വെച്ച് നോക്കിക്കേ, എന്തോരം നമ്മൾ ഈ കിഡ്നിയൊക്കെ മാറ്റി വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തോരം ലക്ഷങ്ങൾ രൂപ കൊടുത്തിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പം നമ്മൾ ഇത്രയും വിലയുള്ള നമ്മളാണ് നമ്മളെ കളഞ്ഞു കുളിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. ഓരോ അവയവത്തിന് എന്തോരം പ്രാധാന്യമുണ്ടെന്ന്, അമൂല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ശരീരത്തെക്കുറിച്ച്. നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ ഇത് നിധി പോലെ സൂക്ഷിക്കും ഇല്ലേ? പക്ഷെ നമുക്കതിന് കഴിയില്ല. നമ്മൾ മറ്റുള്ളവരുടെ നിധി അന്വേഷിച്ച് നടക്കുകയാണ് പതിവ്. എവിടെയാണ് നിധി കിട്ടണതെന്ന് അന്വേഷിച്ച് നമുക്കുള്ളതിലൊന്നും സംതൃപ്തരല്ല. ഒരു നാടോടി കഥ പറയട്ടെ. ഒരു നാടോടി സ്ത്രീ ഇങ്ങനെ ഒരു കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അവരുടെ ഒരേ ഒരു പ്രാർത്ഥന, എനിക്ക് പൈസ കിട്ടണം, എനിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടണം, സ്വർണം കിട്ടണം, അങ്ങനെ ഇങ്ങനെ ദൈവമേ എനിക്ക് തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഈ സ്ത്രീക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഒരു ഗുഹയിലേക്ക് അവരെ കയറ്റിയിട്ട് വാതിലും അടച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളയിടത്തോളം സ്വർണം എടുക്കാം, പക്ഷേ രാത്രിയാകുന്നതിന് മുമ്പ് നീ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോക്കും. ഏതാണ്ട് ഒരു സമയം, ഒരു 6 മണിയാകുമ്പോഴത്തേന് നീ ഇതിനകത്ത് നിന്ന് ഇറങ്ങണം. അതുവരെയുള്ളത് മാത്രമേ നിനക്ക് എടുക്കാൻ സാധിക്കുള്ളൂ, അത് നിന്റെ സ്വന്തം എന്ന് പറഞ്ഞു. എന്നിട്ട് ഗുഹയിൽ കയറി ഇവർക്ക് എടുക്കാവുന്നതിൻ്റെ പരമാവധി ഇവരുടെ സാരിയുടെ തലപ്പിനകത്തും ഒക്കെ സ്വർണം വാരി കൂട്ടിയെടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ നോക്കിയപ്പോൾ സമയമാകാറായി. ഉടനെ ഇവർ ഓടി ഇറങ്ങി പുറത്തു വന്നു. പുറത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗുഹയുടെ വാതിലങ്ങ് തുറന്നു. ആദ്യം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വാതിലങ്ങ് അടയുകയും ചെയ്തു. പക്ഷേ ഇവരുടെ പ്രധാനപ്പെട്ട നിധി അതിനകത്തായിപ്പോയി. എന്തായിരുന്നു? അവരുടെ മോൻ. കൊച്ചിനെ അതിനകത്ത് വെച്ചിട്ടാണ് ഇവർ പുറത്തിറങ്ങി ഓടിയത്. പിന്നെ ഒന്ന് മുട്ടി വിളിച്ചപ്പോൾ വാതിൽ തുറന്നുമില്ല എന്നാണ് പറയുന്നത്. അതുപോലെയാണ് നമ്മൾ നമുക്കുള്ളതിനെയൊക്കെ മറന്നിട്ടാണ് നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് ഇല്ലേ? നമ്മൾ നിധി അന്വേഷിച്ച് നടക്കുകയാണ്.
നമുക്കുള്ളതിനൊന്നും നമുക്ക് സംതൃപ്തരല്ല നമ്മൾ. പുറമേക്ക് നമ്മൾ സംതൃപ്തി കണ്ടെത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പോകും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംതൃപ്തി കണ്ടെത്തുക. നമുക്ക് പല അസുഖങ്ങൾക്കും കാരണം എന്നാണെന്നറിയാവോ? നമ്മുടെ ഈ ആർത്തിയാന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഷുഗർ വരെ, അത് എനിക്ക് വരെ ഉണ്ട്, ഷുഗർ വരെ, പ്രഷർ, എല്ലാ സാധനങ്ങളും നമുക്ക് ഇല്ലാത്ത ഒന്നിനെ മേടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ടെൻഷൻ കയറുകയും നമുക്കിങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇൻഫെക്ഷൻ പിടിക്കുന്നത്, യൂറിനറി ഇൻഫെക്ഷൻ, വെള്ളം കുടിച്ചാൽ മതി നമ്മൾ കേട്ടിട്ടില്ല, അധികം വെള്ളം കുടിച്ചാൽ. പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ? നിസ്സാര കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. സൂര്യപ്രകാശം, വൈറ്റമിൻ ഡി കുറയുന്നതിന് സൂര്യപ്രകാശം കൊണ്ടാൽ മതി എന്ന് പറയും. പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ, നമുക്ക് നമ്മളതിലുള്ളതിന് നമുക്ക് സംതൃപ്തി കണ്ടെത്തിയാൽ മതി. നമ്മളെ സൂക്ഷിക്കുക, നമ്മുടെ പാർട്ട്ണറെ നമ്മൾ പൊന്നു പോലെ സൂക്ഷിക്കുക. നമ്മളെ പാർട്ട്ണറായ ശരീരം നമ്മുടെ കൂടെ, നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ തന്നെ ഈ ലോകത്തുനിന്ന് പോകാനുള്ളതാണ്, ഇല്ലേ? അപ്പം അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് സൂക്ഷിച്ചാലോ? അപ്പം നമ്മുടെ ജീവിതം സന്തോഷമാകും, ഇല്ലേ? അപ്പം നമുക്ക് അങ്ങനെയൊന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞ ശരിയാണോ നിങ്ങൾ ചിന്തിച്ച് നോക്കി. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നന്ദി എല്ലാവർക്കും.